ഹായ് ഓൾ. പഞ്ചവത്സര പദ്ധതികൾ എപ്പോഴും നമുക്കൊരു ടഫായിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് അല്ലേ. അപ്പോൾ PSCയിൽ എപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികളിൽ ചോദിക്കാത്തതായിട്ടുള്ള PSC എക്സാംസ് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ എക്സാമുകളിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പഞ്ചവത്സര പദ്ധതികളിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കിന്ന് പറഞ്ഞു പോകാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1951-56 കാലയളവിലാണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. 1951-56 കാലയളവിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി, അതുപോലെ തന്നെ ജലസേചനം, വൈദ്യുതീകരണം ഇവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 1956 1951 to 1956 5 ഇയർ പ്ലാൻസില് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൃഷി, അതുപോലെ ജലസേചനം, വൈദ്യുതീകരണം ഇവയ്ക്കൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതിന് ഒരു പേര് നമ്മൾ പറയുന്നുണ്ട്. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഓരോ മോഡൽ അല്ലെങ്കിൽ ഓരോ മാതൃക നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതില് ഹരോൾഡ് ഡോമർ മാതൃക അല്ലെങ്കിൽ മോഡൽ എന്നാണ് നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ പറയുന്നത്. അപ്പൊ എന്ത് മോഡലാണ്? ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 3 പോയിന്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1951 1956 എന്തിനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തത്? അഗ്രികൾച്ചർ, അതുപോലെ തന്നെ വാട്ടർ അല്ലെ, ജലസേചനം, അതുപോലെ തന്നെ വൈദ്യുതീകരണം ഇവയ്ക്കൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്. മോഡൽ ഏതാണ് അല്ലെങ്കിൽ മാതൃക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരോൾഡ് ഡോമർ മാതൃക. ഓക്കെ ആണല്ലോ, ക്ലിയർ. നമ്മള് ഷോർട്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിനാണ്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് നമ്മുടെ ജോസഫ്. അപ്പൊ അതുകൊണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് KN രാജാണ്. ക്ലിയർ ആണോ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് KN രാജാണ്. അപ്പൊ ഈ KN രാജാണ് നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതികളുടെ കരട് രൂപം തയ്യാറാക്കിയത്. KN രാജാണ്. അതുപോലെ തന്നെ ഏക മലയാളി എന്ന് പറയുന്നതും നമ്മുടെ KN രാജാണ്. അപ്പം KN രാജനെ കുറിച്ചുള്ള 3 പോയിന്റ് എന്തൊക്കെയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് KN രാജാണ്. കരട് അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. അദ്ദേഹം ഒരു മലയാളിയായിരുന്നു, അല്ലെ ഏക മലയാളിയായിരുന്നു പഞ്ചവത്സര പദ്ധതികളിൽ. ക്ലിയർ അല്ലേ? അപ്പൊ ഈസിയാണ്. ഇത്രയും എന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒന്നുകൂടെ ഏതാണ് 5 ഇയർ പ്ലാൻസിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ് എപ്പോഴാണ് വന്നത്? 1951 1956 1951 56 കാലയളവിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നത്. ക്ലിയർ. രണ്ടാമത് എന്തിനാണ് പ്രാധാന്യം നൽകിയത്? കൃഷി, അതുപോലെ ജലസേചനം, വൈദ്യുതീകരണം. ഈ ഏതാണ് മാതൃക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരോൾഡ് ഡോമർ മാതൃക. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ KN രാജാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നത് എന്തിനാണ്? നമ്മുടെ കരട് രൂപം അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതികളുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഗുൽസാരി ലാൽ നന്ദയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടെ ഇപ്പൊ പഠിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരി ലാൽ നന്ദന്. ഓക്കെ, ഗുൽസാരി ലാൽ നന്ദ. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടെ നിങ്ങൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ എഴുതി വെച്ച് നോക്കൂ. എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്? 1951 1956. ഏത് മാതൃകയാണ്? ഹരോൾഡ് ഡോമർ മാതൃക. എന്തിനാണ് പ്രാധാന്യം നൽകിയത്? ജലസേചനം, വൈദ്യുതീകരണം, അതുപോലെ തന്നെ കൃഷി ഇവയ്ക്ക് പ്രാധാന്യം നൽകി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ഏതാണ്? KN രാജാണ്. അത് കഴിഞ്ഞ ശേഷം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയത് KN രാജാണ്. അദ്ദേഹമാണ് പഞ്ചവത്സര പദ്ധതികളിലെ ഏക മലയാളി. ഓക്കെ അല്ലേ?
സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അടുത്ത് നമ്മൾ 55 പരിപാടികൾ അല്ലെങ്കിൽ 55 പരിപാടികൾ അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാംസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ക്ലിയർ അല്ലേ? അപ്പൊ 55 പദ്ധതി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അത്രയൊന്നും നമുക്ക് പഠിക്കണ്ട. നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കും. കാരണം നമ്മുടെ രാജ്യം ഒരുപാട് എന്താണ് സാമ്പത്തികമായിട്ട് ഡള്ളായിട്ട് നിന്ന സമയത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താണ് നമുക്ക് ഒരുപാട് നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തിക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രോഗ്രസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്ലാൻസ് ആണ് 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ഇയർ പ്ലാൻസ് വഴി ഒത്തിരി നമുക്ക് എന്തുണ്ടായി? സാമ്പത്തിക പുരോഗതിയൊക്കെ നമുക്ക് ഉണ്ടായി. അങ്ങനെ 55 പരിപാടികൾ കൊണ്ടുവന്നത് ഏതാണ്? നമ്മുടെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിട്ടുണ്ട്. 55 പരിപാടികൾ കൊണ്ടുവന്നത് ഏത് പദ്ധതിയാണ് അല്ലെങ്കിൽ ഏത് 5 ഇയർ പ്ലാൻസ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഗുൽസാരി ലാൽ നന്ദയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ഈ 55 പരിപാടി നമുക്ക് പഠിക്കാൻ കഴിയോ? ഇല്ല, അല്ലെ? അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതിനെ പഠിച്ചെടുക്കാൻ കഴിയില്ല. നമുക്ക് പ്രധാനപ്പെട്ട ആ ഒരു എന്താണ് പ്രവർത്തനങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് കുടുംബാസൂത്രണം, അല്ലെ? കുടുംബാസൂത്രണം എന്ന് പറയുമ്പോൾ 1952 കുടുംബാസൂത്രണം. അതുപോലെ തന്നെ സാമൂഹ്യ വികസന പദ്ധതി, അല്ലെ? സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. പിന്നെ സാമൂഹ്യ വികസന പദ്ധതിയിൽ തന്നെ എന്താണ് ഒരുപാട് വികസനങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ പോവർട്ടി, ഇതെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ വികസനക്ഷേമ പരിപാടികൾ കൊണ്ടുവന്നു. പിന്നെ UGC 1953, അല്ലെ? 1953 UGC എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, അല്ലെ? UGCയുടെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. UGC കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. പിന്നെ അത് മാത്രമല്ല 5 IITകൾ, അല്ലെ? 5 IITകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം IT മേഖലകൾ അല്ലെ IITകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 5 IITകൾ കൊണ്ടുവന്നത് ഖോരഗ്പൂർ, ഡൽഹി, ബോംബെ, മദ്രാസ്, കാൺപൂർ, അല്ലെ? അതുപോലെ ഖോരഗ്പൂർ, ബോംബെ, മദ്രാസ്, ഡൽഹി, കാൺപൂർ, ഇങ്ങനെ 5 IITകൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഈ ലാസ്റ്റ് നമ്മൾ നോക്കിയില്ലേ, ആ രണ്ടാമത്തെ സെക്ഷൻ കൂടെ നോക്കാം. ഏതൊക്കെയാണ് പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞത്? കുടുംബാസൂത്രണം, സാമൂഹ്യ വികസന പദ്ധതി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, അതുപോലെ തന്നെ UGC, അതായത് 1953 UGC, 5 IITകൾ ഗോരഖ്പൂർ, ഡൽഹി, കാൺപൂർ, മദ്രാസ്, ബോംബെ, ഇങ്ങനെ 5 IITകൾ കൊണ്ടുവന്നു. പിന്നെ എന്താ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരി ലാൽ നന്ദയാണ്. അപ്പൊ ഇത്രയും നമ്മൾ അവിടെ കഴിഞ്ഞു, അല്ലെ? 2 സ്റ്റേജ് ആയിട്ടാണ്. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ നമുക്ക് നോക്കാം. 5 ഇയർ പ്ലാൻസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത് തന്നെ 1951, 1956, അല്ലെ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ കൺഫ്യൂസിംഗ് ഫാക്ട്സിൽ നോക്കി KN രാജാണ്. അദ്ദേഹമാണ് ഏക മലയാളി. അദ്ദേഹമാണ് എന്ന് തയ്യാറാക്കിയത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയത്. ക്ലിയർ അല്ലേ? ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്തത്? അഗ്രികൾച്ചർ, അല്ലെ? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഇവയ്ക്കൊക്കെ പ്രാധാന്യം നൽകി. ഏത് മോഡൽ മാതൃകയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? ഹരോഡ് ഡോമർ മാതൃക എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പറയുന്നത്. അപ്പൊ ഹരോഡ് ഡോമർ മാതൃക എന്നാണ് പറയുന്നത്. ഇനി ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഗുൽസാരി ലാൽ നന്ദയാണ്. പ്രധാന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്ന ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കുടുംബാസൂത്രണം 1952, അല്ലെ? കുടുംബാസൂത്രണം. അതുപോലെ തന്നെ സാമൂഹിക വികസന പദ്ധതി, അല്ലെ? സാമൂഹിക വികസന പദ്ധതി. അതുപോലെ തന്നെ എന്താണ്? UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് ഏത് പദ്ധതി കാലഘട്ടത്തിലാണ്? 5 ഇയർ പ്ലാൻസിൽ, ഒന്നാം 5 ഇയർ പ്ലാൻസിലാണ്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതികളാണ്. അതുപോലെ തന്നെ എന്താ? 5 IITകൾ ഏതൊക്കെയാണ്? ഖോരഗ്പൂർ, ഡൽഹി, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഇങ്ങനെ 5 IITകൾ സ്ഥാപിതമായി. പിന്നെ എന്തൊക്കെയാണ്? അധ്യക്ഷൻ ഒരിക്കൽ കൂടെ പറയാം, ഗുൽസാരി ലാൽ നന്ദ. ക്ലിയർ അല്ലേ? ഇനി കരട് തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. അദ്ദേഹമാണ് ഏക മലയാളി എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ എക്സ്ട്രാ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ജലസേചന പദ്ധതികൾ, അല്ലെ? ഒരുപാട് വൻകിട അണക്കെട്ടുകൾ, ജലസേചന പദ്ധതികൾ, ഇവയെല്ലാം കൊണ്ടുവന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അങ്ങനെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു 3 അണക്കെട്ടുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭക്രാനങ്കൽ, ഹിരാകുഡ്,
അതുപോലെ തന്നെ ദാമോദർ വാലി. ഏതൊക്കെയാണ് ജലസേചന പദ്ധതികൾ? പക്രാനങ്കൽ, ഹിരാകുഡ്, ദാമോദർ വാലി. അപ്പം ഈ ഒരു 3 അണക്കെട്ടുകളും കൊണ്ടുവന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ക്ലിയർ അല്ലേ? അപ്പൊ 5 IIT-കളും ഈ അണക്കെട്ടുകളുടെ പേര് മറന്നു പോകരുത്. 5 IIT-കൾ ഏതൊക്കെയാണ്? ഗോരഖ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. അല്ലെ? അടുത്ത് അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? പക്രാനങ്കൽ, ഹിരാകുഡ്, ദാമോദർ വാലി. ഇനി ഏതൊരു കാര്യം ലക്ഷ്യമിടുമല്ലോ, അതുപോലെ നമ്മുടെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടതെന്ന് പറയുന്നത് 2.1 ആണ്. അല്ലെ? 2.1 അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ എന്താ, വിചാരിച്ചതിലും കൂടുതലായിട്ട് 3.6 ആയിട്ട് അവർക്ക് വളർച്ചാ നിരക്ക് കിട്ടി. അപ്പൊ 5 ഇയർ പ്ലാൻസിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി സക്സസ് ആയിരുന്നോ അല്ലെങ്കിൽ ഫെയിലിയർ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ PSC-യിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളർച്ചയെക്കാളും അല്ലെങ്കിൽ ലക്ഷ്യമിട്ടതിനേക്കാളും വളർച്ചാ നിരക്ക് കൂടിയ പഞ്ചവത്സര പദ്ധതി ഏതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാരണം നമ്മൾ ആഗ്രഹിച്ചത് എത്രയാണ്? 2.1 മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കിട്ടിയതോ 3.6 ആണ്. 3.6% നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് വളർച്ച ഉണ്ടാകാനായിട്ട് സാധിച്ചു. അപ്പൊ ലക്ഷ്യമിട്ടതിനേക്കാളും കൈവരിക്കാൻ കൂടുതലായിട്ട് സാധിച്ചത് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അപ്പൊ ഏതൊക്കെ രീതിയിലായിരിക്കും അവർ ഗ്രോത്ത് ഉണ്ടാക്കിയത്? അണക്കെട്ടുകളില്, അതുപോലെ IIT-കളില്, നമ്മുടെ കുടുംബാസൂത്രണം, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, സാമൂഹ്യ വികസന പദ്ധതി, ഇങ്ങനെ കുറെ കാര്യങ്ങളില് നമുക്ക് ഒത്തിരി നേട്ടങ്ങള് നമ്മുടെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതികളിലൂടെ സാധിക്കുകയുണ്ടായി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പഞ്ചവത്സര പദ്ധതികളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് നമുക്കൊന്ന് ക്രോഡീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയും, ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എപ്പോഴാണ്? 1951, 1956. ക്ലിയർ? അവിടെ അത് കഴിഞ്ഞു. ഇനി ഏത് മാതൃകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരോൾഡ് ഡോമർ മാതൃക. അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? KN രാജ്. ഇനി ഈ KN രാജാണ് എന്ത് തയ്യാറാക്കിയത്? കരട് തയ്യാറാക്കിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം നൽകിയത്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇനി എന്തൊക്കെയാണ്? 55 പരിപാടികൾ. അല്ലെ? 55 പരിപാടി നമുക്ക് പഠിക്കാൻ കഴിയോ? ഇല്ല. അല്ല, 55 പരിപാടികളിൽ ഏതൊക്കെയാണ്? സാമൂഹ്യ വികസന പദ്ധതി, അതുപോലെ തന്നെ കുടുംബാസൂത്രണം 1952, പിന്നെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ 1953. അല്ലെ? അതുപോലെ തന്നെ 5 IIT-കൾ. 5 IIT-കൾ ഏതൊക്കെയാണ്? ഗോരഖ്പൂർ, ഡൽഹി, കാൺപൂർ, മദ്രാസ്, ബോംബെ. ഇനി ഏതൊക്കെയാണ്? നമ്മുടെ ഞാൻ പറഞ്ഞു ഒരു ജലസേചന പദ്ധതികൾ കൊണ്ടുവന്നു. അല്ലെ? ഒരു 3 ജലസേചന പദ്ധതികളാണ് പ്രധാനമായും പഠിക്കാനായിട്ട് ഉള്ളത്. പക്രാനങ്കൽ, ഹിരാകുഡ്, ദാമോദർ വാലി. പിന്നെ എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ KN രാജ്. അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഗുൽസാരി ലാൽ നന്ദ. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് KN രാജാണ്. അതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതികളുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗുൽസാരി ലാൽ നന്ദയാണ്. ഇനി വളർച്ചാ നിരക്ക് അവർ എത്രയാണ് ലക്ഷ്യമിട്ടത് 2.1, പക്ഷെ കൈവരിച്ചത് അവർ അച്ചീവ് ചെയ്തത് 3.6. അപ്പോ ലക്ഷ്യമിട്ടതിനേക്കാൾ വളർച്ചാ നിരക്ക് എന്താണ്? കൈവരിച്ച പദ്ധതി ഏത് 5 ഇയർ പ്ലാൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോ വന്നാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കൺഫ്യൂസിങ് ഫാക്ട്സ് മാത്രം ഒന്ന് നിങ്ങൾ മറന്നു പോകാതെ ശ്രദ്ധിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി എന്താ, നമ്മൾ ഒരിക്കൽ കൂടെ നമുക്ക് നമ്മുടെ കൺഫ്യൂസിങ് ഫാക്ട്സ് പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത് KN രാജ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് നെഹ്റു. അടുത്തെന്താണ്? കേരള ഇക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറയുന്നത് KN രാജ്. 11, 12 പഞ്ചവത്സര പദ്ധതി പിതാവ് എന്ന് പറയുന്നത് C രംഗരാജൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് PC മഹൽനോബിസ്. ക്ലിയർ അല്ലേ? അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ഓക്കെ സെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യാം, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് കാണും. എല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് അറിയിക്കാം. കമന്റ് സെക്ഷനിലാകാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും അടുത്തൊരു സെക്ഷനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും